ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കുന്നത് വ്യത്യസ്തമായിരിക്കുന്ന ഉദ്ദേശങ്ങളോടും ദൈവത്തിൻ്റെ ഒരു അംബാസഡറായിട്ട് ഭൂമിയിൽ വർദ്ധിക്കുവാനുമാണ് മനുഷ്യനെ ഭൂമിയിൽ ദൈവം ആക്കി വച്ചിരിക്കുന്നത്. എന്നാൽ എവിടെയോ മനുഷ്യൻ പാപത്തിൻ്റെ അബദ്ധവഴികളിലൂടെ സഞ്ചരിച്ച് ദൈവിക ഉദ്ദേശങ്ങളിൽ നിന്ന് പിൻവാങ്ങിപ്പോകുന്നതും പിന്നീട് ദൈവത്തിന് പ്രവർത്തിക്കാൻ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടമില്ലാതെ ആകുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ ആ വ്യത്യസ്ത ജീവിതാനുഭവത്തിൽ നിന്ന് ഒരു മനുഷ്യൻ വേർവിട്ട ഒരു ആത്മീക ജീവിതം നയിക്കുവാനും ദൈവത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശത്തെ തൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുവാനും സമൂഹത്തിൽ മറ്റൊരു വ്യത്യസ്തമായിരിക്കുന്ന ജീവിത ശൈലി കാഴ്ചവെക്കുവാനും ഒരു മനുഷ്യൻ മുന്നോട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. എക്കാലത്തും മനുഷ്യകുലത്തിന് മാതൃകയാക്കാൻ കഴിയുന്നതും ജീവിതത്തിൽ പരാജയപ്പെടാതെ മുന്നോട്ട് പോകാൻ ഏതൊരു മനുഷ്യനെയും തൽപരനാക്കുന്ന, ആത്മീയതയിൽ പക്വതയുള്ളവനാക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ബൈബിൾ ക്യാരക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഹാനോക്ക്. ഹാനോക്ക് നമ്മുടെ ജീവിതത്തിൽ പങ്കുവെച്ച് തരുന്ന, നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഏതാനും ചില ആത്മീക പാഠങ്ങൾ തീർച്ചയായിട്ടും വിജയപ്രദമായിരിക്കുന്ന ഒരു ക്രൈസ്തവ ജീവിതത്തിനും വിജയകരമായിരിക്കുന്ന ഒരു ലോക ജീവിതത്തിനും നമ്മളെ സഹായിക്കുന്ന ഒന്നാകുന്നു എന്ന് എൻ്റെ ബൈബിൾ പഠനത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഹാനോക്കിൻ്റെ ചില ജീവിത രഹസ്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിജയത്തിലേക്ക് നയിച്ച ചില രഹസ്യങ്ങൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുകയാണ്. ടെൻഡർ ഹോൾ സ്പിരിറ്റിൻ്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ട് ഏതാണ്ട് 300-ലധികം കഥാപാത്രങ്ങളാൽ സമ്മേളിക്കപ്പെട്ടിരിക്കുന്ന ഒരു വലിയ പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. അതിനകത്ത് ഓരോ വ്യക്തികൾക്കും നമ്മളോട് പറഞ്ഞു തരാൻ വ്യത്യസ്തമായിരിക്കുന്ന ഒരു ജീവിത പാഠമുണ്ട്. അതിൽ ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു ക്യാരക്ടർ, ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു കഥാപാത്രം ഹാനോക്ക് എന്ന ദൈവമനുഷ്യൻ്റെ കഥാപാത്രമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാര്യം, അദ്ദേഹത്തിലൂടെയാണ് ദൈവം സമൂഹത്തിൽ ആഗ്രഹിച്ച വസ്തുത എന്താണെന്ന് തെളിയിക്കാൻ മുന്നിലേക്ക് ദൈവം കൊണ്ടുവരുന്ന ആ വ്യക്തിക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവം വാസ്തവത്തിൽ മനുഷ്യകുലത്തിൽ നിന്ന് എന്താണ് പ്രതീക്ഷിച്ചത്, ദൈവം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിച്ചത് എന്താണെന്ന് തെളിയിച്ചു തരുന്ന ഒരു വ്യത്യസ്തമായിരിക്കുന്ന ഒരു ജീവിത ശൈലി ഹാനോക്കിലുള്ളതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിജയ രഹസ്യങ്ങൾ ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നതിലൂടെ നമ്മുടെ ജീവിതം തോൽവിയില്ലാതെ വളരെ ഫലപ്രദമായിട്ട് മുന്നോട്ട് നയിക്കാൻ അത് നമ്മളെ സഹായിക്കും എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രതീക്ഷിക്കുകയാണ്. ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയത് തീർച്ചയായിട്ടും ദൈവത്തോടൊപ്പം വസിക്കുവാനും ദൈവത്തിന് എപ്പോഴും അവനോടൊരു സംസർഗമുണ്ടാകാനും എല്ലാ സമയവും ദൈവത്തിന് അവനോടൊപ്പം ഒരുമിച്ചായിരിക്കുവാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചത്. ഉൽപ്പത്തി പുസ്തകം ആരംഭ അധ്യായങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ആദാമിനോടും ഹവയോടൊപ്പം നടക്കേണ്ടതിന് എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം ദൈവം അവരുടെ അടുക്കൽ ഇറങ്ങി വരുന്നതും അവർ തോട്ടത്തിൽ ഒരുമിച്ച് സഞ്ചരിക്കുന്നതുമായ ഒരു ചിത്രമാണ് നമുക്ക് ആരംഭ പുസ്തകത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. ഇതായിരുന്നു വാസ്തവത്തിൽ ദൈവം മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിച്ചത്. ദൈവത്തോടൊപ്പം വസിക്കുക, എല്ലാ കാലത്തും ദൈവത്തോട് കൂടെ ആയിരിക്കുക, ദൈവമായിട്ട് വലിയൊരു സഖ്യത, ഒരു വലിയ സൗഹൃദം, ഇതായിരുന്നു മനുഷ്യനിൽ നിന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ആദാമിൽ നിന്ന് അത് ദൈവത്തിന് ലഭ്യമായില്ല എന്നുള്ളതാണ് തിരുവഴുത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഏറ്റവും ദുഃഖകരമായിരിക്കുന്ന ഒരു കാഴ്ച. ഇത് മനസ്സിലാക്കിയ പിശാച് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് തെറ്റിക്കുകയും ദൈവമായിട്ടുള്ള എന്നേക്കുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. പാപം ചെയ്യുന്ന ഒരു വ്യക്തിയോടൊപ്പം ദൈവത്തിന് ഒരിക്കൽ പോലും സഹവർത്തിത്വം പുലർത്താനായിട്ട് കഴിയത്തില്ല, മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വാസസ്ഥലത്ത് തിരിച്ചു പോയിരിക്കുന്നതായിട്ടും മനുഷ്യനുമായിട്ടുള്ള എന്നേക്കുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നതുമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഹാനോക്ക് എന്ന ദൈവമനുഷ്യനെ കുറിച്ച് പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ വായിക്കുന്നത് അവൻ്റെ 65-ാമത്തെ വയസ്സിൽ ഹാനോക്കിന് ഒരു വലിയ വെളിപ്പാടുണ്ടാകുകയാണ്. ആ വെളിപ്പാട് ഇതായിരുന്നു, ദൈവത്തോടൊപ്പം നടക്കണമെന്നുള്ള ഒരു വെളിപ്പാട് ആ മനുഷ്യനിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. എങ്ങനെയാണ് ഈ വ്യക്തിക്ക് അത്തരത്തിലൊരു ധാരണ, അത്തരത്തിലൊരു ചിന്ത ഉണ്ടായതെന്ന് അറിയാൻ പാടില്ല, എങ്കിലും അത് ശരിയായൊരു ബോധ്യമായിരുന്നു എന്ന് തിരുവഴുത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവം മനുഷ്യനെ ഭൂമി സൃഷ്ടിച്ചത് ദൈവത്തോടൊപ്പം നടക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഹാനോക്കിന് ബോധ്യപ്പെടുകയും 65-ാമത്തെ വയസ്സിൽ ആ മനുഷ്യൻ ആ വലിയ തീരുമാനത്തിലെത്തുകയും 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ഹാനോക്കിൽ നമ്മൾ കാണുന്ന ഒന്നാമത്തെ അവിടുത്തെ സ്വഭാവം, അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അല്ലെങ്കിൽ വിജയ രഹസ്യം എന്ന് പറയുന്നത്
ദൈവത്തോടൊപ്പം നടക്കാൻ ആ മനുഷ്യൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. എന്താണോ ആദാമിൽ ദൈവം പ്രതീക്ഷിച്ചത്, ആദാമിന് നഷ്ടപ്പെട്ടു പോയത് ഹാനോക്കിൽ റീഗെയിൻ ചെയ്യപ്പെടുന്നത്, തിരിച്ചു വിളിക്കപ്പെടുന്നത്, തിരിച്ചു വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. സഹോദരങ്ങളെ, ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടുകൂടെ പറയുന്നു, ദൈവം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തോടൊപ്പം ഇരിക്കുക എന്നുള്ളതാണ്, ദൈവത്തോട് കൂടെ നടക്കുക എന്നുള്ളതാണ്, ദൈവത്തോട് സംസാരിക്കുക എന്നുള്ളതാണ്. ദൈവം തിരിച്ച് മനുഷ്യനോട് സംസാരിക്കുന്ന ഒരു വ്യത്യസ്തമായിരിക്കുന്ന ഒരു ആത്മീക സ്വഭാവം, വ്യത്യസ്തമായിരിക്കുന്ന ഒരു ജീവിത അനുഭവമാണ് വാസ്തവത്തിൽ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഹാനോക്ക് നമുക്ക് പങ്കുവച്ചു തരുന്ന അവൻ്റെ ഒന്നാമത്തെ വിജയ രഹസ്യം എന്ന് പറയുന്നത് ദൈവത്തോടൊപ്പം നടക്കാൻ അവൻ തീരുമാനിച്ചു. അവൻ്റെ പൂർവ്വപിതാക്കന്മാർക്ക് കഴിയാതെ പോയത്, ദൈവത്തിൻ്റെ മകനെന്ന് വിളിക്കപ്പെട്ട ആദാമിന് കഴിയാതെ പോയത് ഹാനോക്കിന് സാധ്യമാകുവാനായിട്ട് ഇടയാത്തുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു വലിയ സ്വഭാവം ഈ ദൈവവചനം കേൾക്കുന്നത് മുഖാന്തരം ഉണ്ടാകട്ടെ. ഹാനോക്ക് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് ദൈവത്തോട് കൂടെ നടക്കുക എന്നുള്ളതാണ്. വ്യത്യസ്തമായിരിക്കുന്ന ഒരു കാര്യം നമ്മളിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു, വ്യത്യസ്തമായിരിക്കുന്ന ഒരു ശുശ്രൂഷ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു, വ്യത്യസ്തമായിരിക്കുന്ന ഒരു ജീവിത ശൈലി, മറ്റുള്ള ആർക്കും ഇല്ലാത്ത ഒരു ജീവിത മാർഗം നമ്മളിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നു. അതിന് ഏറ്റവും ഉപോത്ബലകവും അതിന് ഏറ്റവും അത്യന്താപേക്ഷിതവുമായിരിക്കുന്നത് ദൈവത്തോടു കൂടെ നടക്കുക എന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും മർക്കോസ് സുവിശേഷകൻ വ്യത്യസ്തമായിരിക്കുന്ന ഒരു വേദഭാഗം എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. തന്നോട് കൂടെ ഇരിക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും പ്രസംഗിക്കേണ്ടതിനും 12 വരെ അവൻ നിയോഗിച്ചു എന്നൊരു വേദഭാഗം മർക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. 12 പേരുടെ അപ്പോസ്തോലത്വം, 12 പേരുടെ നിയോഗം, 12 ശിഷ്യന്മാരുടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഥമമായ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നോടൊപ്പം ഇരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേതാണ് പ്രസംഗിക്കുക, മൂന്നാമത്തേതാണ് ഭൂതങ്ങളെ പുറത്താക്കുക. ഏറ്റവും ആദ്യത്തെ വസ്തുത എന്ന് പറയുന്നത് ദൈവത്തോടൊപ്പം ഇരിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വാസ്തവത്തിൽ ദൈവം അത് പ്രതീക്ഷിക്കുന്നു. ഹാനോക്ക് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വ്യത്യസ്തമായിരിക്കുന്ന ഒരു ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നാമത് നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തോടൊപ്പം ഇരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഘട്ടം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ ചിന്ത നിങ്ങൾ മറക്കാതെ കേൾക്കണം. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതായി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ഈ സന്ദേശത്തിന് കൊടുത്തിരിക്കുന്ന തലവാചകവുമായിട്ട് ഏറ്റവും സാമ്യമുള്ള ഒരു ചിന്തയാണ് അടുത്ത് പറയുന്നത്. ദൈവത്തോട് കൂടെ നടക്കാൻ ഹാനോക്ക് തീരുമാനിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 5-ാമത്തെ അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് കുറേ ആൾക്കാരുടെ ഒരു തലമുറയും അവരുടെ ആയുഷ്കാലത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ജീനിയോളജി എഴുതിയിരിക്കുന്ന ഒരു അധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം 5-ാമത്തെ അധ്യായം. 5-ാമത്തെ അധ്യായത്തിൽ ആദം മുതൽ ഹാനോക്ക് വരെയുള്ള 7 തലമുറകളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് അവരുടെ ആയുഷ്കാലത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അധ്യായമാണ് 5-ാമത്തെ അധ്യായം. അതിൽ ആദാം, ശേത്ത്, ഏനോഷ്, കേനാൻ, മഹലേൽ, യാരദ് ഇങ്ങനെ തുടങ്ങി 6 പേരെ കുറിച്ച് ഹാനോക്കിന് മുമ്പ് പറയുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. 5-ാമത്തെ അധ്യായം നിങ്ങൾ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ ഈ മുകളിൽ പറഞ്ഞ 6 വ്യക്തികൾ, ആദാം, ശേത്ത്, ഏനോഷ്, കേനാൻ, മഹലേൽ, യാരദ്, ഈ 6 വ്യക്തികളെയും അവരുടെ ആയുഷ്കാലം എഴുതിയതിനു ശേഷം എഴുത്തുകാരൻ പ്രത്യേകിച്ചൊരു വേദഭാഗം, പ്രത്യേകിച്ചൊരു വാക്ക് എഴുതിയിരിക്കുന്നത് പിന്നെ അവർ മരിച്ചുപോയി എന്നുള്ളതാണ്. ആദാമിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു അവൻ്റെ ആയുഷ്കാലം എഴുതിയതിനു ശേഷം എഴുത്തുകാരൻ പറയുന്നു പിന്നെ ആദാം മരിച്ചുപോയി. ശേത്തിനെ കുറിച്ച് പറഞ്ഞിട്ടും അങ്ങനെ തന്നെ പറയുന്നു, അവൻ്റെ ആയുഷ്കാലത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അടുത്ത പദം പിന്നെ അവൻ മരിച്ചുപോയി. ഏനോഷിനെ കുറിച്ചും അങ്ങനെ തന്നെയാണ്, കേനാനെ കുറിച്ചും മഹലേലിനെ കുറിച്ചും യാരദിനെ കുറിച്ചും അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അവരുടെ ആയുഷ്കാലം എത്രയാണെന്ന് പറയുന്നു, പിന്നെ അടുത്ത വാക്ക് പിന്നെ അവർ മരിച്ചുപോയി എന്നുള്ളതാണ്, പിന്നെ അവൻ മരിച്ചുപോയി എന്നുള്ളതാണ്. എന്നാൽ 7-ാമനായിരിക്കുന്ന ഹാനോക്കിനെ കുറിച്ച് പറയുമ്പോൾ അവൻ്റെ ആയുഷ്കാലം 365 സംവത്സരമാണെന്നും പിന്നെ അവൻ മരിച്ചുപോയെന്നല്ല എഴുതിയിരിക്കുന്നത്, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്ന പദമാണ് അവനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്യം വളരെ ശ്രദ്ധാപൂർവം എന്നെ ചിന്തിപ്പിക്കുകയും വളരെ വലിയൊരു ആത്മീക ചിന്ത എൻ്റെ ഹൃദയത്തിൽ നൽകി തരികയും ചെയ്തു. അതാണ് ഇന്ന് ഈ സന്ദേശത്തിൻ്റെ തലവാചകമായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യത്തെ വ്യക്തിയായിരിക്കുന്ന ആദാം അവൻ മരിച്ചുപോയെന്ന് എഴുതിയിരിക്കുമ്പോൾ 2-ാമത്തെ വ്യക്തിയും 3-ാമത്തെ വ്യക്തിയും 4-ാമത്തെ വ്യക്തിയും 6-ാമത്തെ വ്യക്തി വരെയും മരിച്ചുപോയി എന്ന് എഴുതിയിരിക്കുമ്പോൾ ഹാനോക്കിനെ കുറിച്ച് മാത്രം എഴുതിയിരിക്കുന്ന വ്യത്യസ്തമായിരിക്കുന്ന ഒരു പദം, അവൻ്റെ ആയുഷ്കാലം 365 സംവത്സരം, പിന്നെ ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവൻ കാണാതെയായി എന്നുള്ളതാണ്. എന്താണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തുടർന്ന് വരുന്ന ചില എന്താ പറയേണ്ടുന്നത് ഒരു ഓർഡറുകൾ, പിശാച് വച്ചിരിക്കുന്ന ചില
കുറേ സ്വീക്വൻസ് ആയിരിക്കുന്ന കുറേ സംഗതികൾ, ഏതോ ചില പാരമ്പര്യത്തിൻ്റെ ആവർത്തനങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ ആദാമിൽ വ്യാപരിച്ച മരണത്തിൻ്റെ ഒരു പാരമ്പര്യം, ആദാമിൽ തുടങ്ങിയ മരണത്തിൻ്റെ ഒരു പാരമ്പര്യം ഇങ്ങോട്ട് ഹാനോക്കിൻ്റെ അപ്പനായിരിക്കുന്ന യാരദ് വരെ തുടരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. 6 തലമുറ വരെ മരണത്തിൻ്റെ ഒരു ചങ്ങല, മരണത്തിൻ്റെ ഒരു കണ്ണി ഇങ്ങനെ ആവർത്തിച്ച് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ 7ാമനായിരിക്കുന്ന ഹാനോക്ക് അവിടെ എത്തിയപ്പോഴത്തേക്കും, അവൻ്റെ ആയുസ്സിലെത്തിയപ്പോഴത്തേക്കും പിശാച് കൊണ്ടുവരുന്ന ഈ പാരമ്പര്യത്തിൻ്റെ ആവർത്തനം അഥവാ മരണത്തിൻ്റെ ആവർത്തനം, ആ ചങ്ങലയെ പൊട്ടിക്കാൻ ദൈവം ഹാനോക്കിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ആ വേദഭാഗം എൻ്റെ തലച്ചോറിനകത്ത് നൽകി തന്ന ഏറ്റവും വലിയ ചിന്ത എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വെക്കാനായിട്ട് ശ്രമിക്കുന്ന ഏറ്റവും ശക്തിമത്തായ ദൂതെന്ന് പറയുന്നത് ഇതാണ്. ഏതോ ഒന്ന് നമ്മുടെ തലമുറയിൽ, നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ ജീവിതത്തിനകത്ത് ആവർത്തിക്കപ്പെടുകയാണ്. അത് ഒരുപക്ഷെങ്കിൽ രോഗമായിട്ടോ, പൈശാചിക ബാധകളായിട്ടോ, ആത്മഹത്യ പ്രവണതകളായിട്ടോ, മാനസിക രോഗങ്ങളായിട്ടോ, ശാരീരിക ദണ്ഡനങ്ങളായിട്ടോ, ഇങ്ങനെ ആവർത്തിക്കുന്ന കുറേ അധികം സംഗതികൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഏതോ ഒന്ന് നിങ്ങളുടെ അപ്പനിലുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ അപ്പനിലുണ്ടായിരുന്നു, പൂർവീകന്മാരിൽ ആവർത്തിച്ച് വരുന്ന ഏതോ ചില സംഗതികൾ, അതിങ്ങനെ അടുത്ത കണ്ണിയാകാൻ, അടുത്തത് ഞാനാണ്, നിങ്ങളാണ് എന്ന് പറയത്തക്കവണ്ണം, അല്ലെങ്കിൽ അതിന് സാധ്യതയൊരുക്കിക്കൊണ്ട് പിശാച് ഒരുക്കുന്ന ചില മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ചങ്ങലയുടെ അടുത്ത കണ്ണിയാകാൻ വേണ്ടിയിട്ട് പിശാച് ചില കുടുംബങ്ങൾക്കകത്ത് ചിലരെ മാറ്റിവെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഈ ദൈവവചനം കേൾക്കുമ്പോഴത്തേക്കും ഹാനോക്കിൽ വ്യാപരിച്ചൊരു ദൈവകൃപ നമ്മളിൽ ഒന്ന് വ്യാപരിക്കപ്പെടട്ടെ. ആദാമിൽ തുടങ്ങി ഹാനോക്കിൻ്റെ അപ്പനായിരിക്കുന്ന യാരദ് വരെ നീണ്ടുപോയ ആ മരണത്തിൻ്റെ ചങ്ങലയെ പൊട്ടിക്കാൻ ദൈവം ഈ മനുഷ്യനെ ഉപയോഗിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഉത്സാഹപ്പെടുത്തുന്നു. നിങ്ങളുടെ കുടുംബത്തിനകത്ത് തുടർന്ന് വരുന്ന ആ മാനസിക ദുരാത്മശക്തികൾ, ആ ആത്മഹത്യ പ്രവണതകളുടെ മേഖലകൾ, ഏതോ ചില പാരമ്പര്യ രോഗത്തിൻ്റെ ശക്തികൾ, ഏതോ ചില സാമ്പത്തിക തകർച്ചയുടെ ശക്തികൾ, ഏതോ ചില അസമാധാനത്തിൻ്റെ വ്യാപാരങ്ങൾ, അതിനെ പൊട്ടിക്കാനുള്ള ഒരു ആത്മശക്തി ഹാനോക്കിൽ വ്യാപരിച്ചതുപോലെ നിങ്ങളിലും വ്യാപരിക്കാൻ ഇന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ജീവിതത്തിൽ തുടർന്ന് വരുന്ന ഏതോ ഒരു സംഗതിയുടെ ബാക്കിയാകാനാണ് ദൈവം നിങ്ങളെ വിളിച്ചതെന്ന്? നിങ്ങളുടെ കുടുംബത്തിനകത്ത് തുടരുന്ന ആ മാനസിക തകർച്ചയുടെ ബാക്കിയാകാൻ വേണ്ടിയിട്ടാണോ ദൈവം നിങ്ങളെ വിളിച്ചത്? നിങ്ങളുടെ കുടുംബത്തിനകത്ത് തുടരുന്ന ആ സാമ്പത്തിക തകർച്ചയുടെ ബാക്കിയാകാൻ വേണ്ടിയിട്ടാണോ നിങ്ങളെ വിളിച്ചത്? ഒരിക്കലുമല്ല. ഈ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് എഴുന്നേൽക്കാനുള്ള ഒരു കരുത്തുണ്ടാകട്ടെ. ഈ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇന്ന് ചൂട് പിടിക്കട്ടെ. ഈ ദൈവവചനം കേൾക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു മാറ്റമുണ്ടാകട്ടെ. പിശാച് തുടർന്ന് വരുന്ന ആ പാരമ്പര്യത്തിൻ്റെ ശക്തികളെ, ആ കണ്ണികളെ, അതിൻ്റെ അടുത്ത കണ്ണിയാകാൻ വേണ്ടിയിട്ടല്ല ദൈവമക്കളെ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. ആ കണ്ണി പൊട്ടിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ ചങ്ങല പൊട്ടിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കുടുംബത്തിനകത്ത് ആ പാരമ്പര്യ ദുരാത്മശക്തികൾ വാഴാൻ നിങ്ങൾ അനുവദിക്കരുത്. ഇനി നിങ്ങളുടെ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ കുടുംബത്തിനകത്തോ നിങ്ങളുടെ തലമുറയിലോ ആ മാനസിക രോഗശക്തികൾ വാഴാൻ നിങ്ങൾ അനുവദിക്കരുത്. ആ ആത്മഹത്യ പ്രവണതകൾ വാഴാൻ നിങ്ങൾ അനുവദിക്കരുത്. ഏത് വ്യക്തിയാണോ നിങ്ങളുടെ ലാസ്റ്റ് വിക്ടിമായിട്ട് നിങ്ങൾ കണ്ടത്, അടുത്ത കണ്ണി നിങ്ങളാകാൻ വേണ്ടിയിട്ട് പിശാച് കൊതിക്കുന്നുണ്ടാകാം. പക്ഷെ അതിനെ ബ്രേക്ക് ചെയ്യാൻ, അതിനെ പൊളിക്കാൻ, അതിനെ പൊട്ടിച്ച് കളയാൻ, ആ ചങ്ങലയെ മുറിച്ച് കളയാനാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഹാനോക്ക് നമ്മളോട് പഠിപ്പിക്കുന്ന ഏറ്റവും ശക്തമായിരിക്കുന്ന ഒരു ദൂതെന്ന് പറയുന്നത് അതാണ്. ആ ചങ്ങലയെ പൊളിക്കാൻ വേണ്ടിയിട്ട് ദൈവം അവനെ തെരഞ്ഞെടുത്തു എന്നാണ്. ആദാമിൽ തുടങ്ങി അവൻ്റെ അപ്പനായിരിക്കുന്ന യാരദ് വരെ നീണ്ടുപോയ ആ മരണത്തിൻ്റെ ചങ്ങലയെ, പിശാച് കൊടുത്ത പാപത്തിൻ്റെ ശമ്പളമായ മരണത്തെ മുറിക്കാൻ ദൈവം ഹാനോക്കിനെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയാത്തോന്നു. ഹാനോക്കിൻ്റെ ജീവിത വിജയ രഹസ്യം എന്ന് പറയുന്നത് ഇതാണ്. അവൻ മനസ്സിലാക്കിയത്, ദൈവത്തോട് കൂടെ നടന്നപ്പോൾ ദൈവം അവന് പഠിപ്പിച്ചു കൊടുത്ത കാര്യം ഇതാണ്. കുഞ്ഞെ, ഇങ്ങനെ ഒരു സംഭവം തുടർന്ന് വരുന്നുണ്ട്, ഇങ്ങനെ ഒരു സീക്വൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഒരു ചങ്ങല നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ ബ്രേക്ക് ചെയ്യാനാണ് ഞാൻ ഇന്നിനെ ഈ തലമുറയിൽ 7ാമനായി കണ്ടിരിക്കുന്നതെന്ന് ദൈവം ഹാനോക്കിനോട് പഠിപ്പിച്ചു കൊടുത്തു, പറഞ്ഞു കൊടുത്തു. അത് അവൻ്റെ ജീവിതത്തിൽ അവൻ അപ്ലൈ ചെയ്യാനായിട്ട് തയ്യാറായി. അതുകൊണ്ട് ആദാമിൻ്റെ പേര് വന്നപ്പോൾ എഴുതിയ ആ ഒരു സംഗതി, യാരദിൻ്റെ പേര് വന്നപ്പോൾ എഴുതിയ ആ സംഗതി, ശേത്തിൻ്റെ പേര് വന്നപ്പോൾ എഴുതിയ ആ സംഗതി, പിന്നെ അവൻ മരിച്ചു എന്ന സംഗതി ഹാനോക്കിൻ്റെ ജീവിതത്തിൽ എഴുതാൻ ദൈവം അനുവദിച്ചില്ല. ആ മരണത്തിൻ്റെ ചങ്ങല പൊട്ടിക്കാൻ ദൈവം അവനെ വിളിച്ചു വേർതിരിച്ചു എന്നുള്ളതാണ്. നാം പുതിയ നിയമത്തിലേക്ക് വന്നാൽ പുതിയ നിയമത്തിലും 2 ഇടത്ത് ഹാനോക്കിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതിലൊന്ന് എബ്രായ ലേഖനം 11:5 മറ്റൊന്ന് യൂദയുടെ ലേഖനം
1-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങളിലാണ്. ഈ രണ്ടിടങ്ങളിലും ഹാനോക്കിന് കൊടുത്തിരിക്കുന്ന രണ്ട് വിശേഷണങ്ങളുണ്ട്. നമ്പർ 1, എബ്രായ ലേഖനത്തിൽ ഹാനോക്കിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വിശ്വാസ വീരനായിട്ടാണ്, ഏറ്റവും ശക്തനായിരിക്കുന്ന ഒരു വില്ലാളിയായിട്ടാണ്, ഏറ്റവും ശക്തനായ ഒരു മോഡലായിട്ടാണ് എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലൻ ഹാനോക്കിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് പുതിയ നിയമത്തിലെ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ഹാനോക്കിന് ഇടമുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ 5-ാമത്തെ അധ്യായം 35 നമ്മൾ കണ്ട ആ സംഗതിയാണ്. ഒരു ചങ്ങല പൊളിക്കാൻ, ഒരു ചങ്ങല പൊട്ടിക്കാൻ ദൈവം ഇവനെ ഉപയോഗിച്ചത് കൊണ്ടല്ലേ ഇവൻ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ഇടം ലഭിച്ചത്. നിങ്ങളുടെ ജീവിതത്തിൽ മാഞ്ഞു പോകുന്ന, മറന്നു പോകുന്ന, ചരിത്രത്തിൽ പോലും ഇടമില്ലാതെ പോകുന്ന ഏതോ ഒരു വ്യക്തിയായിട്ടല്ല, നിങ്ങളുടെ കുടുംബത്തിന് എടുത്തു പറയാൻ, നിങ്ങളുടെ സമൂഹത്തിൽ എടുത്തു പറയാൻ കണക്കിന്, നിങ്ങളുടെ ശുശ്രൂഷയുടെ തലമുറയിൽ എടുത്തു പറയാൻ കണക്കിന് വ്യത്യസ്തനായ ഒരു വ്യക്തിയാകാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയാണ് സഹോദരങ്ങളെ. എല്ലാവരും ചെയ്തു പോരുന്ന ആ പാരമ്പര്യവും എല്ലാവരിലും തുടർന്ന് വരുന്ന ആ രോഗമോ മരണമോ എന്തുമായിക്കൊള്ളട്ടെ, അതിൻ്റെ ബാക്കിയാകാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അടുത്ത തലമുറയ്ക്ക് ചൂണ്ടിക്കാണിക്കാൻ താങ്കൾ ഒരു മാതൃകയാണ്. അടുത്ത വ്യക്തികൾക്ക് ജീവിക്കാൻ താങ്കൾ ഒരു പ്രേരക ശക്തിയാണ്. അടുത്ത ജനറേഷനിൽ താങ്കൾ ഒരു ഐക്കണാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ദൈവം അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ കണ്ടിരിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള ബോധ്യം ഈ ദൈവവചനത്താൽ ഉണ്ടാകാൻ ഞാൻ നിങ്ങളോട് വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. യൂദയുടെ ലേഖനത്തിൽ ഹാനോക്കിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഹാനോക്ക് ഒരു പ്രവാചകനായിരുന്നു എന്നാണ്. അദ്ദേഹം പ്രവചിച്ച പ്രവാചക ശബ്ദം എന്തായിരുന്നെന്നും യൂദ പറയുന്നുണ്ട്. അഭക്തരായിരിക്കുന്ന ആൾക്കാരെ ന്യായം വിധിക്കേണ്ടതിന്, അവരുടെ ഭക്തിവിരുദ്ധ പ്രവൃത്തികളെ ന്യായം വിധിക്കേണ്ടതിന് 1000 വിശുദ്ധന്മാരോടുകൂടെ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന അവിടുത്തെ പ്രത്യക്ഷതയെ ഹാനോക്ക് പ്രവചിച്ചിരുന്നു എന്നാണ് യൂദ നമ്മളോട് പറഞ്ഞു കേൾപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യൂദയുടെ ലേഖനത്തിൽ ഹാനോക്കിനെ കുറിച്ച് പറയുന്നത് ഹി വാസ് എ പ്രോഫറ്റ്, അവനൊരു പ്രവാചകനായിരുന്നു എന്നുള്ളതാണ്. എന്താ അതിൻ്റെ അർത്ഥം? അവനറിയാം നാളെ എന്താ സംഭവിക്കുമെന്ന്, നാളെ എന്താണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നതെന്ന് അവൻ്റെ തലമുറയിൽ നിന്ന് കാണാനുള്ള ഒരു കണ്ണവനുണ്ടായിരുന്നു. ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ ജീവിതത്തിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ കുഴഞ്ഞു മറിഞ്ഞ് ഇന്നെങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് അസ്തമിച്ച് പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ മേലെ ഒരു പ്രവാചക ശുശ്രൂഷ കിടപ്പുണ്ട് എന്ന് വെച്ചാൽ നാളെ പോയി പ്രവചന ശുശ്രൂഷ നടത്തണമെന്നല്ല, അറ്റ്ലീസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ എന്ത് നടക്കുമെന്നെങ്കിലും കാണാനുള്ള ഒരു ആത്മീക കണ്ണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ, ഒരു പ്രവാചകനായി മാറാൻ ഹാനോക്ക് നമ്മളെ ഇന്ന് ഈ ദൈവവചനത്താൽ ഉത്സാഹപ്പെടുത്തുകയാണ്. അടുത്ത തലമുറയിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് കാണാൻ ഹാനോക്കിന് കഴിയുമായിരുന്നു. അത്തരത്തിൽ അവൻ വ്യത്യസ്തനായി മാറുവാനായിട്ട് ഇടയായി തീർന്നു. ആദാമിൽ ദൈവം പ്രതീക്ഷിച്ചത് ഹാനോക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ പൂർത്തീകരിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അനേകം പേർ തോറ്റു തുന്യം പാടിയ ഇടത്ത്, അനേകം പേർക്ക് കഴിയാതെ പോയ ഇടത്ത്, അനേകം പേർ പരാജയങ്ങൾ സമ്മതിച്ച് പിൻവാങ്ങിയ ഇടത്ത് വ്യത്യസ്തമായിരിക്കുന്ന ഒരു ആത്മീക സ്വഭാവത്തിന് ഉടമയാകാനും, വ്യത്യസ്തമായിരിക്കുന്ന ഒരു ആത്മീക ശുശ്രൂഷ ചെയ്യാനും, വ്യത്യസ്തമായിരിക്കുന്ന ഒരു ആത്മീക ജീവിതം നയിക്കാനും ദൈവം നമ്മളെ കണ്ടിരിക്കുകയാണ്. ആദാമിൽ ദൈവം പ്രതീക്ഷിച്ചത്, ആദാം തോറ്റു പിൻവാങ്ങിയിടത്ത് ഹാനോക്ക് വളരെ ശക്തമായി നിന്നുകൊണ്ട് മരണത്തിന് പോലും തൊട്ടു നോക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ആ മനുഷ്യൻ വ്യത്യസ്തമായിരിക്കുന്ന ഒരു ജീവിതത്തിന് ഉടമയായി മാറുവാനായിട്ട് ഇടയായി തീർന്നു. സ്നേഹിതരെ, ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഞാൻ വളരെ ആവേശത്തോടു കൂടെ നിങ്ങളോട് പറയുന്നു, ഒരു കണ്ണി പൊട്ടിക്കാനാണ് ദൈവം നിങ്ങളെ വിളിച്ചത്, ഒരു ചങ്ങല പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നിങ്ങളെ വിളിച്ചത്. എന്താണ് ആ ചങ്ങല എന്നറിയണ്ടേ? മരണത്തിൻ്റെ ചങ്ങലയാണ്. പിശാച് വളരെ തന്ത്രപൂർവ്വം മെനഞ്ഞുകൊണ്ടുവരുന്ന, അടുത്ത കണ്ണിയാക്കാൻ വേണ്ടിയിട്ട് പലരെയും ചികഞ്ഞു നടക്കുന്ന ആ ചങ്ങലകളെ പൊട്ടിക്കാൻ ദൈവം നിങ്ങളെ കണ്ടിരിക്കുകയാണ്. അത് കുടുംബത്തിനകത്താകട്ടെ, ശുശ്രൂഷകൾക്കകത്താകട്ടെ, ജീവിതത്തിനകത്താകട്ടെ, ഇനി പുറത്ത് സമൂഹത്തിലാകട്ടെ, എവിടെയും ആയിക്കൊള്ളട്ടെ, പിശാചിൻ്റെ ബാക്കി പത്രമാകാനോ പിശാചിൻ്റെ ബാക്കി കണ്ണിയാകാനോ അല്ല ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത്. ആ ചങ്ങല പൊട്ടിക്കാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ആ ഉത്സാഹം ഇന്ന് ഈ ദൈവവചനത്താൽ നിങ്ങൾക്കുണ്ടാകട്ടെ. ഹാനോക്കിൽ ഞാൻ കണ്ട 3 കാര്യങ്ങൾ. ഒന്ന്, ആ മനുഷ്യൻ ദൈവത്തോട് കൂടെ നടന്നു. അന്നേരം ആ ദൈവത്തോട് കൂടെ നടന്നത് കൊണ്ട് അവനൊരു വെളിപ്പാടുണ്ടായി. ആ വെളിപ്പാടാണ് ഉൽപ്പത്തി 5 നമ്മൾ കാണുന്നത്. ഒരു ചങ്ങല പൊട്ടിക്കാൻ ദൈവം അവനൊരു നിയോഗം കൊടുത്തു. മരണത്തിൻ്റെ ചങ്ങല പൊട്ടിക്കാൻ ദൈവം ഒരു നിയോഗം കൊടുത്തു. 3-ാമത്തെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹം ഒരു വിശ്വാസ വീരനായിരുന്നു. അതിനോട് ചേർത്ത് അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർക്കൊരു മോഡലാണ്. അപ്പോൾ തന്നെ നാളെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് കാണാനുള്ള ശക്തമായ ഒരു ആത്മീക കണ്ണ് ഹാനോക്കിനുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാകണമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഹാനോക്കിനെ പോലെ നമുക്ക് മുന്നോട്ട് പോകാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വിജയ രഹസ്യങ്ങൾ ഇന്നു മുതൽ നമുക്കൊരു പാഠമാക്കാം. അത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രേരക ശക്തിയാണ്. ഈ ദൈവവചനം കേട്ട എല്ലാവരെയും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. നിങ്ങളും അത്തരത്തിൽ ഒരു കണ്ണി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ദൈവം നിങ്ങളെ വിളിച്ചതാണ്. ഒരു ചങ്ങല പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ദൈവം നിങ്ങളെ കണ്ടിരിക്കുകയാണ്. ആത്മീക കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകാൻ ദൈവം നിങ്ങളെക്കുറിച്ച് കണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ മറ്റുള്ളവർക്ക് മോഡലാകുന്ന ഒരു വിശ്വാസ വീരനായിരിക്കാനും ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു എന്നുള്ള ആ ചിന്ത
നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കട്ടെ. ഈ ദൈവവചനം കേട്ട എല്ലാവരെയും ഞാൻ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.